മുസ്ലിം മറ്റേ അന്യജാതി നോക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞു. സമാധി എന്ന് പറയാൻ പറ്റില്ല, അത് സംശയമാണ്. അത് ഓപ്പണ ഞാൻ ചോദിച്ചു, ക്ഷേത്രം എന്ന് പറയുന്നതാണ് സമാധി, ക്ഷേത്രം എന്ന് പറയുന്നതാണ് സമാധി. ഇങ്ങനെ മെഡിസിനൊക്കെ ഉപയോഗിച്ച ഒരു വ്യക്തി ഒരിക്കലും പോയി ഇരുന്ന സമാധിയിലാവില്ല. മീഡിയയിൽ കൂടെ പറയും, പക്ഷെ അത് അവർ ലൈവായിട്ട് വിട്ടിട്ടില്ല, അതിനെ കട്ട് ചെയ്താണ് വിടാറ്. പവിത്രമായിട്ടുള്ള ഈ ശിവന്റെ അമ്പലം ഇതിനെ കളങ്കപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് നമസ്കാരം. ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ പിതാവ് മരിച്ചു, സമാധിയായി. അപ്പോൾ ഇതിനോട് സംബന്ധിച്ച് എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ഇതിപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ശിവൻ്റെ അമ്പലമാണ്. ശിവൻ്റെ അമ്പലത്തിനോട് ചേർന്നാണ് എൻ്റെ അച്ഛൻ ധ്യാനത്തിലിരുന്ന് സമാധിയായത്. അപ്പോൾ ഈ സമാധിയായ പവിത്രമായിട്ടുള്ള ഈ ശിവൻ്റെ അമ്പലം ഇതിനെ കളങ്കപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ സമാധി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് അതിക്രമിച്ച് കയറി ഗുണ്ടായിസം പോലെയാണ് മുസ്ലിങ്ങൾ കയറി വന്ന് ഞങ്ങളെ വിരട്ടിയത്. ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളെ അടിച്ചില്ലെന്നേ ഉള്ളൂ അവർ. എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെക്കുറിച്ച് എന്തൊക്കെ അപമാനമാണെന്ന് അറിയോ അവർ വിളിച്ചൊക്കെ പറഞ്ഞത്. പിന്നെ അത് വീട്ട് ഈ മുസ്ലിങ്ങൾ കയറി വരാനായിട്ട്, ഈ ക്ഷേത്രത്തിൽ കയറി വരാനായിട്ടുള്ള കാരണം ഞാൻ ഇനി പറഞ്ഞുതരാം. ഈ നാഗരുടെ കാവിൻ്റെ തൊട്ടടുത്ത്, നമ്മുടെ നാഗർ ക്ഷേത്രത്തിൻ്റെ കാവ്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിൻ്റെ ഒരു വസ്തുവുണ്ട്. ആ മുസ്ലിമിൻ്റെ അന്യജാതി നോക്കാൻ പറ്റും. മുസ്ലിമിൻ്റെ വസ്തു, ഈ മുസ്ലിമിൻ്റെ വസ്തു ഇത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗരുടെ ഇത് അമ്പലം പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും 4 വർഷമായി ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. ഏകദേശം ഒരു 4 വർഷം വരും. ഇത് നമ്മുടെ കളക്ടർ ഓഫീസിലും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലും ഇതിൻ്റെ പരാതി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പരാതി 4 വർഷത്തിന് മുന്നേ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തക്കം പാർത്തിരുന്നു എങ്ങനെ ഞങ്ങളെ നശിപ്പിക്കാം, ഈ ക്ഷേത്രത്തെ എങ്ങനെ നശിപ്പിക്കാം. അവർ ആ തക്കം നോക്കിയിട്ട് ഞങ്ങളുടെ ഹിന്ദു മതത്തെ വ്രണപ്പെടുത്താനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. എനിക്കിനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ഈ സമാധിയെക്കുറിച്ച് അറിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ സംസാരിക്കരുത്. അത് ഞാനൊരു അപേക്ഷ പറയും പോലെയാണ് പറയണത്. ഈ സമാധിയെക്കുറിച്ച് ഈ മുസ്ലിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് പോയിട്ട് എനിക്കിനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഇത് അമ്മ, അനുജൻ എന്നോട് ഇതാരും തന്നെ ഇവിടെ ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവൻ്റെ അമ്പലവും ഈ സമാധി സ്ഥലത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് എന്നോട് കൂടുതലാരും ചോദിച്ചിട്ടുമില്ല. ഞാനങ്ങനെ പറയും, മീഡിയയിൽ കൂടെ പറയും, പക്ഷെ അത് അവർ ലൈവായിട്ട് വിട്ടിട്ടില്ല, അതിനെ കട്ട് ചെയ്താണ് വിടാറ്. ഇതെന്തായാലും ഞാനിപ്പോൾ പറഞ്ഞത് ജനങ്ങൾ അറിയട്ടെ എന്ന്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം കോടതി വിധി വന്നിട്ടുണ്ട്. അപ്പം കോടതി വിധി ഇപ്പം അനുകൂലമല്ല രീതിയിലാണ് വന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയണ്ടേ, ഹിന്ദു മതത്തെ ഒരിക്കലും വ്രണപ്പെടുത്തരുത്. കോടതി വിധിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് വന്ന കോടതി വിധിയെക്കുറിച്ച് അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കോടതി വിധി ഹിന്ദു ഐക്യജനാധിപത്യ മുന്നണി അവർ തീരുമാനിക്കും. പിന്നെ ഹിന്ദു സംഘടനയുണ്ട്, അവർ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. ഇതിപ്പോൾ നാളെയോ അല്ലെങ്കിൽ ഇപ്പം വീണ്ടും ഹിന്ദു ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനയുടെയും ഒരിതാണ്. അപ്പോൾ അവർ പറയുന്നത് പോലെ ഞങ്ങൾ. ഇതിനെ സംബന്ധിച്ച് വേറെ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ? നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പാർട്ടി രാഷ്ട്രീയക്കാരോ ആരെങ്കിലുമൊക്കെ സമീപിച്ചിരുന്നു? ഞാൻ പറഞ്ഞുതരാം. ഈ പ്രശ്നം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ 2 ദിവസം പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുണ്ട്. ഈ ഞങ്ങളുടെ ഭാഗത്ത് സത്യസന്ധതയോടുള്ള കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനയും ഞങ്ങളെ ഈ ഹിന്ദു ക്ഷേത്രത്തെ സഹായിക്കാനായിട്ട് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനായിട്ട്. ഇതിപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പൊളിക്കണമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മറുപടി?
ഇല്ല, അങ്ങനെ ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഹിന്ദു ഐക്യ ജനാധിപത്യ മുന്നണി അവിടെ ഹിന്ദു സംഘടനയുടെയും അവരുടേതല്ലേ, അവരല്ലേ തീരുമാനിക്കേണ്ടത്. കോടതി നിയമം നല്ലത് തന്നെയാണ്. എന്നാലും ആ കോടതി നിയമം ഇത് കോടതി നിയമം ഇടുമ്പോൾ ഹിന്ദു ഐക്യ ജനാധിപത്യ മുന്നണിയും ഹിന്ദു സംഘടനയോടും കൂടി ചോദിക്കണ്ടേ? ഇല്ല, അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ക്ഷേത്രം എന്ന് പറയുന്നതാണ് സമാധി. ക്ഷേത്രം എന്ന് പറയുന്നതാണ് സമാധി. സമാധി ആയി കഴിഞ്ഞാൽ യോഗീശ്വരനാണ്. യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് സമം തന്നെയാണ്. മനസ്സിലായോ? അത് തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. എല്ലാവരെ കൊണ്ടും പറ്റില്ല. ചിലരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നിരുന്ന ഉടനെ സമാധിയായി, അല്ലെങ്കിൽ സമാധിയായിട്ട് ഞങ്ങൾ കൊണ്ടിരുത്തി. അങ്ങനെയല്ല, അവർ ധ്യാനത്തിന് ഇരുന്നിട്ടാണ് അവർ സമാധിയാണത്. അത് എത്രയോ ദിവസത്തെ ഒരു കഠിന പ്രയത്നമാണെന്നറിയോ? എത്രയോ വർഷത്തെ കഠിന പ്രയത്നമെന്ന് അറിയാം. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസത്തിന് മുന്നേ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നൊന്ന് ചോദിച്ചപ്പോൾ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 3-ാമത്തെ ദിവസം സമാധിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ക്ഷേത്രത്തിൽ അനുജനും അച്ഛനും പൂജയ്ക്ക് കയറി, പൂജാ സമയങ്ങളും ദീപാരാധനകളും എല്ലാം കഴിഞ്ഞ് അതിനുശേഷം വീട്ടിൽ വന്നിട്ട് അച്ഛൻ അനിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ധ്യാനത്തിന് പോവുകയാണ്, ഞാൻ സമാധിയിൽ നിന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ അവിടെ ഋഷിപീഠത്തിൽ അവിടെ ചെന്നിരുന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ ഋഷിപീഠം അവിടെ പായൽ പിടിച്ചുപോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇരുന്ന് ധ്യാനിക്കുന്ന സ്ഥലമാണ്. ആ ഋഷിപീഠം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇരുന്ന് ധ്യാനിക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെയാണ് അച്ഛൻ ഇരുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ സമാധിയുടെ ചടങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. സുഗന്ധദ്രവ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂരം, ഭസ്മം, പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനം, ഇങ്ങനെ ഒട്ടനവധി സുഗന്ധദ്രവ്യങ്ങൾ അതെല്ലാം അതോടെ ഇട്ടിട്ടാണ്. ഇപ്പം പോലീസും ഇപ്പം മറ്റുള്ളവരും ഇത് പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള എന്തായിരിക്കും കാര്യം? അപ്പം ആ സമയത്തൊരു ഐക്യവേദി വന്ന് അത് പോലീസിന്റെ നിയമങ്ങളല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരിതില്ലേ, അവർക്ക് അവരെ രക്ഷകയായിട്ട് ഒരു സെപ്പറേറ്റ് ഒരാളില്ല. അതുപോലെ തന്നെ ഹിന്ദുവിന് വേണ്ടി ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സ്വസംഘടനകളും ഉണ്ട്. സംഘടനകൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് പൊളിക്കാതിരിക്കാൻ ഒരു തീരുമാനമാവും. അതപ്പോഴല്ലേ? എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിലാണെങ്കിൽ അത് സമാധി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രോബ്ലം വന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പണാക്കി കാണിച്ചു കൊടുക്കണം. സമാധി അവർ ചെയ്തിട്ട് സമാധിയായ ഒരാളിനെ സമാധിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, സമാധിയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പണാക്കി കാണിച്ചു കൊടുക്കേണ്ട കടമയുണ്ട്. അത് കാണിക്കാതിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. കാരണം എൻ്റെ ഫാദറിനെ ഇരുത്തിയിരിക്കുന്ന സമാധിയിലാണ്. ഇവർ പറയുന്ന പ്രകാരം ഈ ചേട്ടൻ, അതായത് ഈ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ആള് ഈ പ്രഷറിന്റെ ഗുളിക കുടിച്ചു, അത് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് നേരിട്ട് പോയി സമാധിയിലിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഒരാൾ കിടന്ന ഒരു വ്യക്തി ഇൻസുലിനൊക്കെ എടുത്തിട്ടും ഇങ്ങനെ മെഡിസിനൊക്കെ ഉപയോഗിച്ച ഒരു വ്യക്തി ഒരിക്കലും പോയി ഇരുന്ന സമാധിയിലാവില്ല. അങ്ങനെയാണ് കുടുംബം പറയുന്നത്. അങ്ങനെ ആകില്ല. നാട്ടുകാർ എന്നൊരു രീതിയിൽ ഇത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അതോ സമാധി എന്ന് പറയാൻ പറ്റില്ല, അത് സംശയമാണ്. അത് ഓപ്പണാക്കി കാണട്ടെ, ഓപ്പണാക്കി കൊടുക്കട്ടെ. അവർ ഓപ്പണാക്കാനുള്ള സന്മനസ് അവർ കാട്ടണം. ആ വീട്ടുകാർ സമ്മതിക്കണം.